ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ കുറച്ച് പ്രോഡക്റ്റ് കാണിക്കാനും അതിൻ്റെ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. ഈ സൗന്ദര്യ സംരക്ഷണത്തിലൊക്കെ താല്പര്യമുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണമെന്ന് ആദ്യമേ അഭ്യർത്ഥിക്കുന്നു. കാരണം എല്ലാവരും കൊടുക്കുന്ന റേറ്റിൽ നിന്ന് കുറച്ചാണ് നമ്മൾ കൊടുക്കുന്നത്. ഒറിജിനൽ സാധനമാണ്, ഉടായിപ്പൊന്നുമില്ല. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ പറയാം. ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ്. ഇതാണ് ഒറിജിനൽ കസ്തൂരി മഞ്ഞളിൻ്റെ നിറം വരുന്നത്. കസ്തൂരി മഞ്ഞളിൻ്റെ വീഡിയോസ് നമ്മൾ ചാനലിൽ കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ. ഇതിൻ്റെ വില നിങ്ങൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 100 ഗ്രാം 300, 320, 340 ആ റേഞ്ചിൽ, 330 ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. എന്നാലും സ്റ്റാൻഡേർഡായിട്ട് 100 ഗ്രാം 300, 100 ഗ്രാമിന് 300 രൂപയായിട്ടാണ്. അപ്പോൾ നമ്മളിത് 100 ഗ്രാം 220 രൂപയായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, സാധാരണ നമ്മൾ സാധാ മഞ്ഞളില്ലേ, കറിമഞ്ഞൾ, കറിക്ക് മഞ്ഞൾപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത്, ആ മഞ്ഞൾപ്പൊടിയായിട്ട് ഉപയോഗിക്കുന്നത് അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേവിച്ചിട്ട് അരിഞ്ഞ് ഇങ്ങനെ ഉണക്കി അത് പൊടിച്ച് നമ്മൾ കറിക്ക് ഉപയോഗിക്കുക ചെയ്യുന്നത്. പക്ഷേ കസ്തൂരി മഞ്ഞളിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കസ്തൂരി മഞ്ഞൾ വേവിക്കാൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ ഇതിങ്ങനെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിഞ്ഞ് ഉണക്കിയിട്ട് ആവശ്യത്തിന് പൊടിച്ച് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇങ്ങനെയും കൊടുക്കുന്നുണ്ട്, ഈ പൊടിയും കൊടുക്കുന്നുണ്ട്. ഈ പൊടി യുടെ ഒരു വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കസ്തൂരി മഞ്ഞൾ പൊടിക്കുന്ന സമയത്ത്, ഈ ചിപ്സ് പൊടിക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് ചൂട് വരാൻ പാടില്ല. ചൂട് വന്നു കഴിഞ്ഞാൽ പൊടിക്ക് അധികം ലൈഫ് ഉണ്ടാവില്ല, പൊടി കേടാവുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാനിത് പൊടിച്ച് വെച്ചിരിക്കുന്നത് മിക്സിയിലിട്ട്, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തതാണ്. പൊടിച്ച് വെച്ചിരിക്കുന്നത് മിക്സിയിലിട്ട് 1ലും 2ലും ഇട്ട് അടിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് വീണ്ടും 1, 2, 3, 4 അടിച്ച് വീണ്ടും റെസ്റ്റ് ചെയ്ത് അങ്ങനെ ചൂടാവാത്ത രീതിയിൽ നമ്മൾ പൊടിച്ചതാണ്. ഇതിപ്പോൾ ഇതിൻ്റെ മണം നോക്കുകയാണെങ്കിൽ നല്ല കർപ്പൂരത്തിൻ്റെ മണം, ഒരു പച്ച ഇലയുടെയും കർപ്പൂരത്തിൻ്റെയൊക്കെ കൂടിയൊരു മണമാണ് വരുന്നത്. അപ്പോൾ ഒറിജിനൽ കസ്തൂരി മഞ്ഞൾ പൗഡറാണത്. നിങ്ങൾ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ അതെന്താണ്, എങ്ങനെയാണ്, മായം കലർന്നതാണോ ഒറിജിനലാണോ, പല വിഷയങ്ങളുണ്ടാവും. ഒറിജിനലാണെങ്കിൽ തന്നെ 330 ഒക്കെയാണ്. നമ്മളിത് സാധാ പ്ലാസ്റ്റിക് കവറിലാണ് പാക്ക് ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ പാക്കിംഗ് ഒന്നും ഭയങ്കര കളർഫുള്ളും ഒന്നും ആയിരിക്കില്ല. അപ്പോൾ അതിൻ്റെയും കൂടെ ചിലവ് നിങ്ങൾ താങ്ങണ്ടല്ലോ, ഒറിജിനൽ സാധനം കിട്ടിയാൽ പോരെ. അപ്പോൾ 220 രൂപ ഇത്. ഇത് 190 രൂപ. ഇതൊക്കെ 100 ഗ്രാമിനാണ് കേട്ടോ. അപ്പോൾ ഇത് മേടിച്ചാൽ നിങ്ങൾക്കുള്ള വിഷയം, ഇത് വീട്ടിൽ കൊണ്ടുപോയിട്ട് മിക്സിയിലിട്ട് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പൊടിച്ച് ചൂടാവാതെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. ആവശ്യത്തിന് എടുത്ത് പൊടിച്ചെടുത്താൽ മതി, ഫേസ് പാക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് 190 രൂപ. തണലത്തിട്ട് അരിഞ്ഞ് ഉണക്കിയതാണ്. ഒരു 3 ദിവസത്തെ അങ്ങോട്ട് ഉണക്കമുള്ളതാണ്. കണ്ടില്ലേ, നന്നായിട്ട് ഉണങ്ങിയ കസ്തൂരി മഞ്ഞളാണ്. ഇനി കസ്തൂരി മഞ്ഞളിൻ്റെ വിത്തും നമുക്കിവിടെ അവൈലബിൾ ആണ് കേട്ടോ. കസ്തൂരി മഞ്ഞളിൻ്റെ വിത്ത് സാധാരണ ഞാനൊരു യൂട്യൂബ് ചാനലിൽ ലേറ്റസ്റ്റ് കണ്ട സമയത്ത് 700 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം 1 കിലോന്. നമ്മൾ വാങ്ങിയത് 500 രൂപയ്ക്കാണ്. ഞാനിപ്പോൾ കൊടുക്കുന്നത് കിലോ 400 രൂപയ്ക്കാണ്. ഇത് കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പാണ്. കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പിൻ്റെ, ഇവിടുത്തെ നമ്മൾ ഉണ്ടാക്കുന്ന കസ്തൂരി മഞ്ഞൾ സോപ്പിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോപ്പ് ബേസ്, ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ബേസിൽ 250 ഗ്രാമോളം, ഒരു 500 ഗ്രാമിൻ്റെ ഞാൻ സോപ്പ് ബേസ് മേടിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതിയോളം എടുത്തിട്ടാണ് ഞാൻ ഈ 3 സോപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു സോപ്പ് ഏതാണ്ട് ഒരു 100 ഗ്രാം എങ്ങാനും വരും. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ പലരും ചേർക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടേബിൾ സ്പൂണൊക്കെ കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് ചേർക്കുക. പക്ഷെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു 50 ഗ്രാം, 250 ഗ്രാമിന് ഒരു 6:1 5:1 ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. 250 ഗ്രാം ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ബേസിൽ ഞാൻ ചെയ്തിരിക്കുന്നത് 50 ഗ്രാമോളം സോപ്പ് ബേസാണ്, കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡറാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യക്കാർക്ക് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയുടെ എമൗണ്ട് കൂട്ടിയിട്ടോ കുറച്ചിട്ടോ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇത് 80 രൂപയാണ്. നമ്മുടെ ചിലവും മൊത്തം പ്രോഡക്റ്റിൻ്റെ ഇതിൽ ചേർത്തിരിക്കുന്നതിൻ്റെ ചിലവും നമ്മുടെ ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് 80 രൂപയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, സാധാരണ നല്ല സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ, ആ സോപ്പ് നിങ്ങളെ ആകർഷിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ അതിൻ്റെ മണം, അല്ലെങ്കിൽ അതിൻ്റെ നിറം, അല്ലെങ്കിൽ ആകൃതി. മണത്തിന് വേണ്ടി ചേർക്കുന്നത്
എന്തെങ്കിലും കെമിക്കലാണ്. ഇപ്പോൾ റോസ് കളറുള്ള സോപ്പ് അല്ലെങ്കിൽ ചന്ദന കളറുള്ള സോപ്പ് ഇതൊക്കെയും പക്കാ കളറാണ്. അപ്പോൾ ഈ കളറ് കെമിക്കലല്ലേ. ഇപ്പോൾ നമ്മുടെ ഈ കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പിന് ഇതിൻ്റെ കസ്തൂരി മഞ്ഞളിൻ്റെ മണം തന്നെയാണ് സോപ്പ് ബേസ് ഡബിൾ ബോയിലിട്ട് അതിൽ ഇളക്കി എടുത്തിട്ട് കട്ടയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പൊടിയുടെ ഇതിൻ്റെ അത്ര മണം ഉണ്ടാവില്ലെങ്കിലും ഇതിന് കസ്തൂരി മഞ്ഞളുടെ മണമാണുള്ളത്. പിന്നെ അത്യാവശ്യം പതയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളിത് ഫേസ് വാഷായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിച്ച് ഈ 80 രൂപയ്ക്ക് ഇത് കുറച്ച് കാലം ഉപയോഗിക്കാനുണ്ടാവും. നിങ്ങൾ ഡെയിലി ഫേസ് വാഷായിട്ട് ഉപയോഗിക്കാം. പിന്നെന്താ, അപ്പോൾ അതാണ് ഇതിൻ്റെ ക്വാളിറ്റി വരുന്നത്. ഇത് ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ബേസ് അല്ലാതെ കസ്തൂരി മഞ്ഞൾ പൗഡർ അല്ലാതെ നമ്മൾ വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. കടലമാവും കോസ്റ്റിക് സോഡയും നമ്മുടെ നാട്ടിൽ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയും കസ്തൂരി മഞ്ഞൾ പൗഡറും ഉപയോഗിച്ച് നമ്മൾ ഇതിനേക്കാളും വില കുറഞ്ഞ സോപ്പ് അധികം താമസിയാതെ ഉണ്ടാക്കിയിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. ഇനി ഈ ഒരു സോപ്പുകൾ 80 രൂപയ്ക്ക് മേടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ, ഇത് ഞാൻ ഉപയോഗിച്ച സോപ്പാണ് കേട്ടോ, ഇതുപോലത്തെ ബോളുകളായിട്ട് ഒരു ബോള് 10 രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ വലുപ്പം കാണും, ഒരു 10 ഗ്രാമോളം വലുപ്പം കാണും. അങ്ങനെ ആവശ്യാനുസരണം ബോൾ. അപ്പോൾ ഇത് തന്നെ നല്ല കട്ടയാണ് കണ്ടോ. ഇതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റിക് സോഡ വെച്ചിട്ടൊക്കെ സോപ്പ് ഉണ്ടാക്കുമ്പോൾ, സോപ്പ് ബേസ് ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുമ്പോഴും ഇതിൽ ചേർക്കുന്ന ഹെർബൽ ഇൻഗ്രീഡിയൻ്റ് ഒരു ലിമിറ്റ് വിട്ട് കൂടിക്കഴിഞ്ഞത് അങ്ങനെ കട്ടയാവില്ല. കട്ടയായാൽ തന്നെ ഇത് വല്ലാണ്ട് അങ്ങ് കട്ട പിടിക്കാതെ നമ്മൾ വെള്ളം ചേർത്ത് ഉപയോഗിക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോവും. അങ്ങനെ ഒരു വിഷയമുണ്ട്. അലിഞ്ഞു പോയി അത് ലോഷൻ പോലെ ഉപയോഗിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കട്ടയായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബോൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇത് ഈ ഗ്രിപ്പൊക്കെ കാണുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ ആ പൗഡറിൻ്റെ പൊടിയും കാര്യങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് വീട്ടിൽ വാഷ് ബേസിൻ്റെ അവിടെ ഇതുപോലെ 1-2 ഉരുളകൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന്, അല്ലെങ്കിൽ ഒരു ഡപ്പിയിലെങ്ങാനും വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുമ്പോൾ ഓഫീസിൽ പോകുമ്പോൾ എങ്ങനെ ആയാലും നമുക്ക് ഈ സാധനത്തിൻ്റെ പദം ഉപയോഗിച്ചിട്ട് നമുക്ക് മുഖം വൃത്തിയാക്കാം. അപ്പോൾ ഇതുപോലത്തെ ഇതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുള്ളത് 100 രൂപ ആയിട്ടാണ്. ഇത് ഞാൻ 4-5 പ്രാവശ്യം ഉപയോഗിച്ചാൽ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു ഡെമോ കാണിക്കാൻ വേണ്ടി വെച്ചതാണ്. അപ്പോൾ ഒരു 10 രൂപയ്ക്ക് ഇങ്ങനത്തെ ബോളും നമ്മൾ കൊടുക്കേണ്ടത്. അത് എത്ര ബോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അപ്പോൾ ഇതാണ് കസ്തൂരി മഞ്ഞളിൻ്റെ ചിപ്സ്, കസ്തൂരി മഞ്ഞളിൻ്റെ പൗഡർ, കസ്തൂരി മഞ്ഞളിൻ്റെ സോപ്പ്, കസ്തൂരി മഞ്ഞളിൻ്റെ ബോൾ. ഇത് 2 തരം സോപ്പ് നിർമ്മാണ രീതികളുണ്ടല്ലോ. ഗ്ലിസറിൻ ചേർന്ന സോപ്പ് ബേസ് ഉപയോഗിച്ചിട്ടുള്ള സോപ്പും പിന്നെ നമുക്ക് കോസ്റ്റിക് സോഡ ചേർന്ന സോപ്പും. കോസ്റ്റിക് സോഡ ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആണ്. എത്ര വലിയ സോപ്പായാലും ഉണ്ടാക്കുമ്പോൾ കോസ്റ്റിക് സോഡ അതിന് നിർബന്ധമാണ്. അതോടൊപ്പം പലരും വെളിച്ചെണ്ണയ്ക്ക് പകരം ചിലപ്പോൾ കേടായ വെളിച്ചെണ്ണ ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ പാം ഓയിൽ മറ്റ് ഓയിലുകൾ ഉപയോഗിച്ച് സോപ്പ് ഉണ്ടാക്കുന്നവരുണ്ടാകും. നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുള്ള സോപ്പ്, കടലമാവും കോസ്റ്റിക് സോഡയും നാട്ടിലാട്ടിയ വെളിച്ചെണ്ണയും കസ്തൂരി മഞ്ഞൾ പൗഡറും ആവശ്യാനുസരണം കറ്റാർവാഴയുടെ ജെല്ലും ചേർത്തിട്ട് ജെല്ല് നമ്മൾ എടുത്തിട്ട് ഉണ്ടാക്കുന്ന സോപ്പും ഉണ്ട്. അപ്പോൾ 94 95 55 13 37 എന്ന നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ എത്ര വേണമെങ്കിലും കൊറിയർ നമ്മുടെ അവൈലബിലിറ്റി അനുസരിച്ച് കൊറിയർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ വേണ്ടവർ ആ നമ്പറിൽ വിളിച്ചാൽ മതി. ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ കോടന്നൂരാണ് സ്ഥലം. വെങ്ങണിശ്ശേരി കഴിഞ്ഞ് അമ്മാടത്തിനടുത്ത് കോടന്നൂരാണ് സ്ഥലം. അപ്പോൾ ഈ പ്രോഡക്റ്റുകൾ ഒറിജിനൽ പ്രോഡക്റ്റാണ്. പിന്നെ ഇത് വീട്ടിലുണ്ടാക്കിയതാണ്, ജൈവ രീതിയിൽ വളർത്തിയതാണ്. ജൈവവളവും ജൈവ കീടനാശിനി അടിക്കേണ്ട വന്നിട്ടില്ല. നമുക്ക് ഫ്രൂട്ട് പ്ലാന്റ്സ് ഉള്ളതുകൊണ്ട് അതിന് പോലും ജൈവ കീടനാശിനികളാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ വളം പോലും നമ്മൾ വേറെ NPK വളങ്ങൾ അങ്ങനെ ഒന്നും കൊടുത്തിട്ടില്ല. ഒക്കെയും ജൈവ രീതിയിൽ ഉണ്ടാക്കിയ ഒറിജിനൽ പ്രോഡക്റ്റ് വേണ്ടവർ കൊടുത്തിരിക്കുന്ന നമ്പറിൽ, ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. ഓക്കെ. കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻ്റായിട്ട് എഴുതി ചോദിക്കുക. പരമാവധി ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.